ഈ പൂക്കാലത്തിലും ജാനേമനിലും ബേസിലുണ്ടായിരുന്നു, പൂക്കാലത്തിലും ബേസിൽ ജോസഫ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോംബോ? ബേസിൽ ഇങ്ങനെ പെടപ്പാണ് ബേസിൽ. ഭയങ്കര എനർജിയാണ് എപ്പോഴും. ഒരു പക്ഷേ ഫിലിം മേക്കിങ്ങിൻ്റെ ബീങ് എ ഡയറക്ടർ എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ടിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് അടുത്ത ഡയറക്ഷൻ പരിപാടിയൊന്നും ഇല്ല, കുറച്ച് കാലം കൂടി എനിക്ക് അഭിനയിക്കണം. ആയിക്കോട്ടെ. ഭയങ്കര ചില്ല ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ജാനേമൻ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ജാനേമനാണ് എസ്റ്റാബ്ലിഷ് ആക്കിയത് ബേസിലിനെ. ബേസിലിൻ്റെ ഇമോഷണൽ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡ് ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലാണ് പ്രിവ്യൂ നടക്കുമ്പോൾ ആ സീനൊക്കെ ഞാൻ കാണുന്നത്. മറ്റേ ഫണ്ണും കാര്യങ്ങളൊക്കെ ബേസിൽ നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബേസിൽ അത് ചെയ്യുമെന്ന് നമുക്കറിയാം. പല അവസാനത്തെ മറ്റേ ഫൈറ്റിൻ്റെ ഇടയിലുള്ള കയോസും കാര്യങ്ങളും അതിൽ ബേസിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ബേസിലിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതിനകത്തൊരു ഫ്ലാസ്ക് എടുത്തുകൊണ്ട് ഒരു ചാട്ടം ചാടുന്നതും ഒക്കെ ചുമ്മാ ഫ്ലാസ്ക് വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസാണ്. അപ്പോൾ ആ ഫണ്ണ് ബേസിൽ എന്തായാലും ചെയ്യും എന്ന് നമുക്ക് ഇതിന് മുമ്പും ബേസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദോസ് ഇമോഷണൽ സൈഡ്സ് ഞാൻ ആദ്യമായിട്ട് ജാനമനില കാണുന്നത്. അപ്പം ഫ്രം ദെയർ അതിൽ നിന്നാണ് ആക്ടർ എന്നുള്ളൊരു ഇവോൾവ് ആയിട്ട് വരുന്ന കണ്ടത്. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്.